ദൈവം ദാനമായി നൽകിയ ഈ കർത്തൃ ദിവസത്തിനായി സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ആവർത്തന പുസ്തകം 21 അധ്യായം 22 വാക്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിന്മേൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത്. അന്ന് തന്നെ അത് കുഴിച്ചിടേണം. തൂങ്ങി മരിച്ചവൻ ശാപഗ്രസ്തനാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത്. ഈ വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ ഗലാത്യലേഖനം 3 അധ്യായം 13 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. ആവർത്തന പുസ്തകത്തിൽ മരണകരമായ പാപം ചെയ്തൊരു വ്യക്തിയെയാണ് മരത്തിൽ തൂക്കിയത്. പാപത്തോടുള്ള ബന്ധത്തിൽ ഇത് കാണുന്ന സകല മനുഷ്യർക്കും ഭയമുണ്ടാകണം. പാപം ചെയ്താൽ തനിക്കും ഇതേ ഗതി വരും എന്ന് ചിന്തിച്ച് പാപത്തിൽ നിന്ന് പിന്മാറണം. പല വിധത്തിലുള്ള വധശിക്ഷകളാണ് ഓരോരോ രാജ്യങ്ങളും നടപ്പാക്കിയിരിക്കുന്നത്. വാൾ കൊണ്ട് കൊല്ലുന്നു, മറ്റു ചിലരെ വെടിവെച്ചു കൊല്ലുന്നു, ചില രാജ്യങ്ങളിൽ തൂക്കിക്കൊല്ലുന്നു. എന്നാൽ റോമൻ ശിക്ഷാ നിയമപ്രകാരം ഏറ്റവും ക്രൂരമായ വധശിക്ഷയാണ് ക്രൂശിച്ചു കൊല്ലുക എന്നത്. ന്യായപ്രമാണം ലംഘിച്ച് പാപം ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നതാണ് വ്യവസ്ഥ. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. പാപം ചെയ്ത വ്യക്തി ആര് തന്നെയായാലും എത്ര ഉന്നതനായിരുന്നാലും ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. തെറ്റിന്റെ ഗൗരവമനുസരിച്ച് ശിക്ഷയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പാപയാഗം കഴിക്കേണ്ട വ്യവസ്ഥകൾ നാം പരിശോധിച്ചാൽ ഈ കാര്യം വ്യക്തമാകും. പുരോഹിതൻ പാപം ചെയ്താലും സഭ മുഴുവൻ പാപത്തിൽ പങ്കാളിയായാലും കാളയെ യാഗമർപ്പിക്കണം. എന്നാൽ ഒരു പ്രമാണിയാണ് പാപം ചെയ്തതെങ്കിൽ ഊനമില്ലാത്ത ആൺകോലാടിനെ അർപ്പിച്ചാൽ മതിയാകും. സാധാരണ ജനത്തിൽ ഒരുവൻ പാപം ചെയ്താൽ ഒരു പെൺകോലാടിനെ അർപ്പിക്കണം. എല്ലാ തെറ്റുകൾക്കും ശിക്ഷയുണ്ട് എന്ന് ഇത് വ്യക്തമാക്കുന്നു. എന്നാൽ ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തി ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലോ? യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ അതാണ് സംഭവിച്ചത്. റോമൻ ഗവർണറായ പീലാത്തോസിന്റെ മുമ്പിൽ കർത്താവിനെ അവസാനമായി വിസ്തരിക്കുമ്പോൾ പാത്രത്തിൽ വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ. കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്നതിൽ നിന്നും ഒരു ഒളിച്ചോട്ടമാണ് പീലാത്തോസ് ചെയ്തത്. ജനത്തിന്റെ നിർബന്ധം നിമിത്തം ബർബാസിനെ വിട്ടുകൊടുക്കുകയും യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്തു. കർത്താവിന് വേണമെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതുപോലെ പുരുഷാരത്തിന്റെ നടുവിലൂടെ നടന്ന് മറഞ്ഞു പോകാമായിരുന്നു. എന്നാൽ കർത്താവ് അത് ചെയ്തില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നാം ഇന്നും ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴിൽ കഴിയുമായിരുന്നു. മനസ്സോടെ ശാപമരണം അനുഭവിക്കുവാൻ സ്വയമായി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങുവാൻ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ മരണമാണ് ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചത്. നമ്മോടുള്ള സ്നേഹമായിരുന്നു അതിന്റെ പിന്നിൽ. ജീവൻ നൽകി സ്നേഹിക്കുവാൻ ആരും തയ്യാറാകുകയില്ല. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പ്രിയരെ, ഈ നിലയിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ നൽകുവാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ശാപം നീക്കുവാൻ ശാപത്തിന്റെ ചിഹ്നമായ മുൾക്കിരീടം ധരിച്ചു മരത്തിന്മേൽ തൂങ്ങി ശാപമരണം ഏറ്റുവാങ്ങിയ കർത്താവിനെ നാം എത്രമാത്രം സ്നേഹിക്കണം. ഒരിക്കൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നവനെങ്കിലും മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജയാളിയായി ജീവിക്കുന്ന സർവമഹത്വത്തിനും യോഗ്യനായ കർത്താവിനെ നാം എത്രമാത്രം സ്നേഹിക്കണം. ആ കർത്താവിന്റെ മഹത്വം ദർശിച്ചുകൊണ്ട് ഈ കർത്തൃ ദിവസത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ശാപത്തിന് കീഴിലായിരുന്നു. ഞങ്ങൾ മരണം അനുഭവിക്കേണ്ടവരായിരുന്നു. നിത്യമായ മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങുവാൻ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ശാപകരമായ മരണം അനുഭവിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ കർത്തൃ ദിവസത്തിൽ ഞങ്ങൾ സർവമഹത്വം അങ്ങേ തൃപാദത്തിൽ അർപ്പിച്ച് അങ്ങേ ആരാധിക്കുന്നു. കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.